Hi, welcome back. Next, 21st question. Let's do. Rupees 8,829 is invested. 8,089 invest ചെയ്യാണ് into three different sectors. 1, 2, 3 സെക്ടറിലേക്ക്. Their amount 4% per annum. എല്ലാ സെക്ടറിലും സിമ്പിൾ ഇൻട്രസ്റ്റ് 4% per annum. പക്ഷേ വർഷങ്ങൾ വ്യത്യാസമുണ്ട്. ആദ്യത്തിലെ 5 ഇയർ, സെക്കൻഡ് 6 ഇയർ ആൻഡ് ദ ലാസ്റ്റ് വൺ 8 ഇയർ ആർ ഈക്വൽ എന്ന് പറയുന്നത് ഏതാണ്? ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അവസാനം വരിക ഈക്വൽ ആയിക്കൊണ്ടാണ്. വ്യത്യസ്തമായ പെർസെൻറ്റേജ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഈച്ച് പാർട്ട് ഓഫ് ദ സമ്മ് തുടക്കത്തിൽ ഇട്ട എമൗണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ പെട്ടെന്ന് കിട്ടാനുള്ള സിമ്പിൾ വേ എന്ന് പറഞ്ഞാൽ എമൗണ്ട് കംപ്ലീറ്റ് കൂട്ടി നോക്കുക. എമൗണ്ട് കംപ്ലീറ്റ് കൂട്ടി നോക്കുകയാണെങ്കിൽ നമ്മളെ ഇൻവെസ്റ്റ് എമൗണ്ട് കിട്ടുകയാണെങ്കിൽ ഓക്കെ അതെന്താണ് പെട്ടെന്ന് കണ്ടെത്താനുള്ള വഴിയാണ്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ ചെയ്ത് നോക്കാം. ഓരോന്ന് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 3069 ഓപ്ഷന് 3069 2970 2790 ഒക്കെ കൂടി കൂട്ടി വരുമ്പോൾ യെസ് നമുക്ക് കിട്ടുന്നത് 8829. യെസ് നമുക്ക് ആൻസർ നേരിട്ട് കിട്ടും. മറ്റുള്ള ആൻസറുകൾ ചെയ്യുമ്പോൾ ഈ കറക്റ്റ് ആൻസറിലേക്ക് എത്തില്ല. ഓക്കെ അപ്പോൾ നമ്മൾ ആൻസർ ഫസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് എല്ലാ പ്രാവശ്യവും ഇത് ആപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇത് ഫോർമുല വെച്ച് തന്നെ വർക്കൗട്ട് ചെയ്യാം. ലെറ്റ്സ് വർക്കൗട്ട് ദാറ്റ്. എങ്ങനെയാണ് അതിൻ്റെ വരിക എന്ന് പറഞ്ഞത്? മൂന്നിലും ഇൻവെസ്റ്റ് ചെയ്താലും മൂന്നിലെ എമൗണ്ട് ഇവിടെ കിട്ടുന്ന ഫൈനൽ എമൗണ്ട് അത് ഏതിന് തുല്യമാണ്? ഈ രണ്ടാമത്തെ കിട്ടുന്നതിന് തുല്യമാണ്. ആൻഡ് ആൾസോ മൂന്നാമത്തെ കിട്ടുന്നതിന് തുല്യമാണ്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ എത്ര വരുന്നത്? 3069 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്ലസ് അതിൻ്റെ എത്ര വർഷത്തെ പലിശ വരണം? 4% പ്രകാരം 5 വർഷത്തെ പലിശ വരണം. ഓക്കെ നമുക്ക് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ആൻസർ വിൽ ബി 368283 വൈൻഡ് അപ്പ്. നെക്സ്റ്റ് അടുത്തത് 2970 പ്ലസ് 4% ബട്ട് 6 ഇയർ ആണ്. സോ ആൻസർ വിൽ ബി സെയിം 3683. സോ 3 ഈക്വൽ ആയിരിക്കും. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ 1000 rupees bond paying annual dividend at 8.5%. 8.5% will be redeemed at par at the end of 10 years. Find the purchase price of the bond. എന്താണ് കണ്ടെത്താൻ പറയുന്നത്? പർച്ചേസ് പ്രൈസ് ഓഫ് ദ ബോണ്ട്. ഇഫ് ദ ഇൻവെസ്റ്റർ ഇൻവെസ്റ്ററിന് എത്ര കിട്ടണം? 8% yield കിട്ടണം. നമ്മൾ ചർച്ച ചെയ്യാം. ഈ 1000 rupees ബോണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള റെഡീം അറ്റ് പാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പർച്ചേസ് പ്രൈസ് കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1000 rupees അവസാനം കിട്ടേണ്ടത് 10 ഇയർ ലാസ്റ്റിൽ 1.08 ഈൽഡിലല്ലേ? ഈൽഡിൽ അവസാന വർഷത്തെ കിട്ടണം. പിന്നെ പ്ലസ് ഓരോ വർഷവും നമുക്ക് എത്ര കിട്ടും? 8.5% ഡിവിഡൻറ്റ് കിട്ടും എന്നാണ് പറഞ്ഞത്. 1000ൻ്റെ 8.5% എന്ന് പറയുമ്പോൾ 85 rupees ഡിവിഡൻറ്റ് ഓരോ വർഷവും കിട്ടും. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ സമ്മാണ് നമുക്ക് വേണ്ടത്. എത്ര വരാം? സമ്മ് ഓഫ് അന്നത്തെ ഈൽഡ് 1.08ൻ്റെ 1 മുതൽ 10 വർഷം വരെയല്ല. അപ്പോൾ വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കാൽക്കുലേറ്ററിൽ 1.08 ഡിവൈഡ് ബൈ ഈക്വൽ ടു 1 ടൈം ആയി
2 3 4 5 6 7 8 9 10. അതിൻ്റെ GT നേരെ എടുക്കുക, ഗ്രോസ് ടോട്ടൽ. അപ്പോൾ 6.71 കിട്ടി. ഇൻറ്റു എത്രയാണ് ഡിവിഡൻറ്റ്? 85 അല്ലേ. 85 അടിച്ചാൽ ആൻസർ വിൽ ബി 570. അപ്പോൾ സെക്കൻഡ് പാർട്ട് 570 കിട്ടി. ഇതിന് ഫസ്റ്റ് പാർട്ടുണ്ട്, അത് M+ൽ കൂട്ടി വെക്കുക 570. സെക്കൻഡ് പാർട്ടിൻ്റെ ഇതേപോലെ 1.08 ഡിവൈഡ് ബൈ ഈക്വൽ ടു 10th ഇയറിൻ്റെ അല്ലേ പറഞ്ഞത്, 10th ഇയർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 എത്ര വരുന്നത്? 0.463 ഇൻറ്റു എത്ര റുപ്യ? 1000 ഈക്വൽ ടു, അപ്പോൾ വരുന്നത് 463. നമ്മളെന്ത് ചെയ്യുക? വീണ്ടും M+MRC അടിച്ചാൽ 10.10 ആൻസർ വിൽ ബി and the answer will be എത്ര വരുന്നത്? ഇപ്പോൾ നമുക്ക് കിട്ടിയത് 10.3 1033.55. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23. മിസ്റ്റർ എക്സ് ഇൻവെസ്റ്റ് ചെയ്തത് 10,000 എവറി ഇയർ സ്റ്റാർട്ടിംഗ് ഫ്രം ടുഡേ ഫോർ നെക്സ്റ്റ് ഇയർ 10 years. സപ്പോസ് ഇൻട്രസ്റ്റ് റേറ്റ് 8% പെർ ആനുവൽ കോമ്പൗണ്ട് ആനുവലി. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ദ ആനുവിറ്റി. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ദ ആനുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. We know the question 10,000 every year, and 10,000 every year, that means annuity starting from today. ഇതാണ് ഇതിലൊരു ഹൈലൈറ്റ്, സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ ഫോർ നെക്സ്റ്റ് ഇയേഴ്സ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം, ഫ്യൂച്ചർ വാല്യൂ ഈക്വൽ ടു ആനുവിറ്റി ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻറ്റു 1 + ഇൻട്രസ്റ്റ് റേറ്റ്. പിന്നെ ഇയർ എത്ര വർഷത്തിനാണ്? 10 വർഷത്തിനാണ്. എത്ര വർഷത്തിന്? 10 വർഷം. അപ്പോൾ നമുക്ക് മാറ്റി എഴുതുമ്പോൾ 10,000 ഡിവൈഡ് ബൈ 8/100 ഇൻറ്റു 1 + 8/100 എത്ര വർഷം? 10 വർഷം. -1. എന്നിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫ്രം ടുഡേ അല്ലേ, 1 + 8/100 ആൻഡ് ദ ഫൈനൽ ആൻസർ വിൽ ബി, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓരോന്ന് വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓൾമോസ്റ്റ് വാല്യൂ വിൽ ബി എത്ര? ഫൈനൽ ആൻസർ വരുന്നത്, ആൻഡ് ദ ഫൈനൽ ആൻസർ 1564547 സംതിങ്. ഓൾമോസ്റ്റ് മാച്ചായി വരുന്ന ആൻസർ ആൻസർ ക്വസ്റ്റ്യൻ 24. 3 girls and 5 boys are to be seated in a row so that no 2 girls sit together. No 2 girls sit together. ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരിക്കലും എന്ത് പറയാൻ പാടില്ല, 2 ഗേൾസ് ഒരുമിച്ചിരിക്കാൻ പാടില്ല. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, 3 ഗേൾസ് എത്രയാണ്? 5 ബോയ്സ് ആണ്. 5 ബോയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം എന്താണ്, 5 പൊസിഷന് ഉണ്ടാവും. അപ്പോൾ 5 ഫാക്ടോറിയൽ എന്ന് പറയാൻ പറ്റും. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് 5 ഇതിനിടയിൽ പെൺകുട്ടികൾ ഇരുന്നാൽ, ആൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയങ്ങാണ്ട് ഇരുന്നാൽ ഈ 2 പെൺകുട്ടികൾ ഒരുമിച്ച് ഇരിക്കേണ്ട അവസ്ഥ വരാതിരിക്കുള്ളൂ. അങ്ങനെയാണ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൺകുട്ടികളുടെ അപ്പുറം ലെഫ്റ്റ് ഹാൻഡ് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 6 പൊസിഷൻ ഉണ്ടാവും. എത്രയാണ്? 6 പൊസിഷൻ. 6 പൊസിഷൻ. എത്രയാണ് ഗേൾസ് ഉള്ളത്? 63. ഇതാണ് നമ്മുടെ ആൻസർ വരിക. ഇതിനെ വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ the answer will be finally 14,400. okay. Next, a simple question and 25. A garden having 6 tall trees in a row. അതായത് 6 മരങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് 6 മരങ്ങളൊന്ന് നോക്കാം. 1 2 3 4 5 6 മരങ്ങൾ. 6 മരങ്ങളിൽ എന്താ, ഇൻ ഹൗ മെനി വേസ് 5 ചിൽഡ്രൻ സ്റ്റാൻഡ് 1 in gap between the trees in order to pose for a photograph. അപ്പോൾ
5 കുട്ടികൾ ഈ മരങ്ങൾക്കിടയിൽ നിൽക്കുകയാണെങ്കിൽ 1 2 3 4 5 5 കുട്ടികൾ മരങ്ങൾക്കിടയിൽ നിൽക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ എത്ര ഫോട്ടോ എടുക്കാൻ പറ്റും? ഇത് സിമ്പിൾ 5 ഫാക്ടോറിയൽ that is equal to 5 into 4 into 2 3 into 2 into 1 that's equal to 120. Answer is 120. Simple one. Next question. Question 26. In how many ways 4 people can be selected? 4 ആളെ എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കോമ്പിനേഷൻ്റെ ചോദ്യം. അറ്റ് റാൻഡം ഫ്രം 6 ബോയ്സ്. എത്ര ബോയ്സ് ആണ്? 6 ബോയ്സ്. എത്ര ഗേൾസ് ആണ്? 4 ഗേൾസ്. പക്ഷേ ഇഫ് ദർ ആർ എക്സാക്ട്ലി 2 ഗേൾസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 4 ആളിൽ 2 എന്തായിരിക്കണം? ഗേൾസ് തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധം പറയുന്നുണ്ട്. ബാക്കി 2 ആയിരിക്കും ഓട്ടോമാറ്റിക്കലി ബോയ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര ആണ് ഹൗ മെനി വൈസ് ഇത് സെലക്ട് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ 6 ബോയ്സിൽ എത്ര പേരാണ്? 6 സീറ്റ് ഇൻറ്റു 4 ഗേൾസിൽ എത്ര പേരാണ് സെലക്ട് ചെയ്യുന്നത്? 2 പേരെ. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 6 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 4 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2 and the final answer will be വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ 3 5 15 6 15 90. ഓക്കെ, ക്വസ്റ്റ്യൻ 27 ഡിസ്കസ് ചെയ്യുമ്പോൾ ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് ലെറ്റർ ഓഫ് ദ വേർഡ് മൺഡേ എന്ന് പറയുന്ന വേർഡ് ഓക്കെ ബി മൺഡേ എത്ര പേരുണ്ട്? MONDAY. ഓക്കെ, ബി അറേഞ്ച്ഡ് സോ ദാറ്റ് വേർഡ്സ് ദാസ് ഫോംഡ് ബിഗിൻ വിത്ത് M കൊണ്ട് തുടങ്ങണം. അപ്പം നമുക്ക് എത്ര ചാൻസാണ് പറയാൻ പറ്റുക? 1. ഓക്കെ, ആൻഡ് ഡു നോട്ട് എൻഡ് വിത്ത് N ഒരിക്കലും വരാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളത് വരാം. അപ്പോൾ ഏതൊക്കെ ബാക്കിയുള്ളത് വരാം? N വന്നില്ലെങ്കിൽ ബാക്കി O വരാം, D വരാം, A വരാം, Y വരാം. അപ്പോൾ എത്ര കിട്ടും അവിടെ? 4 സാധ്യത. ഇനി എത്ര ഇതിൽ വേർഡ്സ് ഉള്ളത്? 4 എന്നുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇങ്ങനെ സിംപ്ലി 4 3 2 1. So simple into and answer will be 96. Okay, thank you. Next question 28. A sum of money doubles itself at compound interest in 10 years. എത്ര വർഷത്തിലാണ്? 10 years. In how many years it will become 8 times? So compound interestമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യും. സോ ഒരു എമൗണ്ട് അറിയില്ലായിരുന്നു, അത് ഡബിളായി മാറി. എത്ര വർഷം കൊണ്ടാണ്? 10 ഇയേഴ്സ് കൊണ്ട്. ഇനി ആ എമൗണ്ട് 8 ടൈം ആവാം. അപ്പോൾ ഈ 2 എന്ന് പറയുന്ന ഡബിളായ എമൗണ്ടിനെ 8 ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് 8 എന്ന് എഴുതാമല്ലോ സിംപ്ലി. അങ്ങനെയാണെങ്കിൽ അത് എത്ര വർഷം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 8 ടൈം എന്നുള്ളതിനെ ഒന്നും കൂടി മാറ്റി എഴുതുകയാണെങ്കിൽ 2³ എന്നാണ് എഴുതാൻ പറ്റുക. 2ന് എത്ര കൊടുത്ത്? 10 വർഷം. അപ്പോൾ 2³ എത്ര ആയിരിക്കണം? അതിൻ്റെ 10 ഇയർ വരുമ്പോൾ 2⁻30 എന്ന് സിമ്പിളായിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ ആൻസർ വിൽ ബി 30. ക്വസ്റ്റ്യൻ 29. ഇഫ് സം ഓഫ് n ടൈംസ് എന്ന അരിത്രമാറ്റിക് പ്രോഗ്രഷൻ്റെ എന്ന് പറയുന്നത് 2n² 5n + 5n. അങ്ങനെയാണെങ്കിൽ nth ടേം എന്താണെന്നാണ് കണ്ടെത്താൻ പറയുന്നത്. നമുക്കറിയാം ശരിക്ക് സം ഓഫ് ഒരു ഇത് എന്ന് പറയുന്നത് സം ഓഫ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് A × n² പ്ലസ് bn എന്നതിൽ d എന്ന് പറയുന്നത് എന്താ? 2 × A. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എന്താ? A + b. നമ്മളിവിടെ തന്നിട്ടുള്ളതിൽ സം ഏതാ?
2n² പ്ലസ് 5n ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിഫറൻസ് കണ്ടെത്താൻ പറ്റും. 2 ഇൻറ്റു എ എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യനിൽ എത്രയാണ്? 2. അപ്പോൾ 2 ആദ്യ അക്ഷരം ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് a പ്ലസ് ബി. 2 പ്ലസ് 5 ദാറ്റ്സ് ഈക്വൽ ടു 7. ഇത് എത്രയായിരുന്നു? 4. ഇനി നമ്മളോട് എന്താ കണ്ടെത്താൻ പറയുന്നത്? nth ടേം ആണ്. nth ടേം എങ്ങനെ കണ്ടെത്താം? nth ടേം ഈക്വൽ ടു a പ്ലസ് n-1 ഇൻറ്റു ഡി. അവിടെ പുട്ട് ചെയ്താൽ മതി ഇതൊക്കെ. അപ്പോൾ എത്ര വരാം? എ എത്ര കിട്ടി? 7 പ്ലസ് n-1 ഇൻറ്റു ഡി എത്രയുടെ കിട്ടി? ഡി 4. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4n plus 3, which is answer the third one, 4n plus 3. Okay, and next 13, the last question of today. Yes, 30ാമത്തെ ചോദ്യം. Sum of x terms of arithmetic are in the ratio 3x plus 5, 5x plus 3. അപ്പോൾ നമ്മൾ സം ഓഫ് എങ്ങനെ എഴുതാം? 3x plus 5, 5x plus 3 എന്ന് എഴുതി. ഇനി നമ്മളുടെ ചോദ്യം റേഷ്യോ ഓഫ് ദെയർ 10th ടേം, റേഷ്യോ ഓഫ് ദെയർ 10th ടേം. അതിനെ നമുക്ക് ഒന്നുകൂടി വേറെ രീതിയിൽ മുമ്പ് പഠിച്ചിരുന്ന ആ രീതിയിലേക്ക് മാറ്റി എഴുതുമ്പോൾ 2 ഇൻറ്റു ഏതാണ്? 3 ഇൻറ്റു 2 എത്രാമത്തെ ടേംസ് ആണ്? 10th ടേം -1 എന്നൊരു ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്ലസ് 5 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 2 ഇൻറ്റു 10th ടേം -1. എക്സിന് പകരം നമുക്ക് 10ാമത്തേന് ഈ രീതിയിൽ കാണാം. 10ന് ഒരു ടേം കുറച്ചാണ്ടല്ല. പ്ലസ് 3. ആൻസർ വിൽ ബി എത്ര വരാം? അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 19 ഇൻറ്റു 3 പ്ലസ് 5 അല്ലേ? 5 വരുന്ന 62 വരുന്നുണ്ട്. നെക്സ്റ്റ് താഴെയുള്ളത് എത്ര വരുന്നുണ്ട്? 98 വരുന്നു. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 31, 49 ആൻഡ് ആൻസർ വിൽ ബി ഫസ്റ്റ്. ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഈ nth ടേമിന് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയെന്ന് വെച്ചാൽ എക്സിൻ്റെ ലെവൽ വരുമ്പോൾ അതെന്ത് 2 ഇൻറ്റു എത്രയാണ് പറഞ്ഞ പൊസിഷന്? 6 പൊസിഷൻ. ഇതാണ് നമ്മളിവിടെ 10ാമത്തെ പൊസിഷൻ ആയത് എടുത്തിട്ടുള്ളത്. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് 30 ക്വസ്റ്റ്യൻസ്.